ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മോളെ അമ്മേ, ഈ വീട്ടിലിപ്പോ 2 വാടകക്കാരാ. 2 വാടകക്കാരോ? അതെ, ഞാനും എന്റെ കുടുംബവും സെപ്പറേറ്റ് വാടക കൊടുക്ക. ഇപ്പോ ഒന്നുമില്ല മോനെ, വീട്ടിലെ ചെലവുകള് പ്രകാശൻ കൂടി നോക്കണമെന്ന് പറഞ്ഞപ്പോ പ്രകാശന്റെ വാശിക്ക് അവൻ 2ആയിട്ട് പാചകം തുടങ്ങി. അത്രേ ഉള്ളൂ. എച്ചിക്കണക്ക് പറയുന്ന ആരായാലും അതിനുള്ള മറുപടി ഉടനെ കൊടുക്കുന്നതാ എന്റെ രീതി. എങ്കിൽ ഇവൻ ജനിച്ച അന്ന് മുതലുള്ള കണക്കുകൾ ഞാൻ എഴുതി വെക്കണമായിരുന്നല്ലോ. ഒരു മകനുണ്ടായാൽ അതിനെ വളർത്തി വലുതാക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കുള്ളതാണ്. അതിന്റെ കണക്കെടുപ്പൊന്നും പറയാൻ നിൽക്കരുത്. എടാ, കല്യാണം കഴിഞ്ഞ അച്ഛയും കൊണ്ട് വേറെ വീട് മാറണമായിരുന്നു. അല്ലാതെ അച്ഛന്റെ കാശ് മുടിപ്പിക്കാൻ സ്വന്തം വീട്ടിൽ തൂങ്ങി പിടിച്ചിങ്ങനെ കിടക്കരുത്. ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും മകനും ഇവിടെ താമസിച്ചതായി കുറ്റം. ഇന്ന് വരെ ഞാനൊരു കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ തൊട്ടതിനും പിടിച്ചതിനും കണക്ക് പറഞ്ഞ് ഈ കുടുംബത്തിലെ ഒരു അടുക്കളയിൽ തന്നെ 2 പാചകം ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തനാ. ഇപ്പൊ എങ്ങനെയാ? എല്ലാത്തിന്റെ വിലയൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? എന്തറിയാൻ, എന്റെ ഭാര്യയുടെയും മകന്റെയും ചെലവ് വഹിക്കാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. ദേ ഒരുത്തരിക്കുന്ന കണ്ടില്ലേ, ജോലിയില്ല കൂലിയില്ല. വിളിച്ചിറക്കി കൊണ്ടുവന്ന ഭാര്യയാണെങ്കിലോ സ്വന്തം വീട്ടിലും. എന്നിട്ടും ഓസിന് നിന്ന് കഴിയാ ഇവിടെ. ഞാൻ ഏട്ടനോട് ഇറക്കാനൊന്നും വന്നില്ലല്ലോ. ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വീതം ഞാൻ കൊടുത്തിരിക്കും. കാര്യം നിസ്സാരാണെങ്കിലും ഒരു വീട്ടില് 2 അടുക്കള, അതെന്തായാലും ശരിയാവില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് താമസിക്കുന്നതാ ഈ വീടിന്റെ ഐശ്വര്യം. ഇതൊക്കെ സുചിത്രയുടെ സമ്മതിച്ചല്ലോ. ഏട്ടത്തി പ്രകാശേട്ടനെ പോലെ അല്ലായിരുന്നല്ലോ. പ്രകാശാങ്കളതേ പിണങ്ങിപ്പോയി. മോളെ അമ്മേ, പക്ഷേ നീ ആ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവരും കൊടുക്ക. മോളെ പക്ഷെ അച്ഛന് കൊടുക്ക. ഇത് ദിയമോക്ക്. മോനെ, ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഒരു സന്തോഷത്തിനല്ലേ അച്ഛാ? വീട്ടുവാടക 6000 രൂപ. ഇലക്ട്രിസിറ്റി 1553 രൂപ. വാട്ടർ ചാർജ് 330 രൂപ. കേബിൾ TV 150 രൂപ. ഗ്യാസ് അത് ഞാനെടുത്താ. അങ്കിള് എന്നിട്ട് ബാക്കി പറ.
അങ്കിൾ എവിടം വരെ പറഞ്ഞത്? ആ പരശുരാമൻ തന്റെ കയ്യിലിരുന്ന കോടാലി വെച്ച് ഗണപതി ഒറ്റ വെട്ട് വെട്ടി. അയ്യോ, വെട്ട് ചെന്ന് കൊണ്ടതേ ഗണപതിയുടെ കൊമ്പിലായിരുന്നു. ഗണപതിയുടെ ഒരു കൊമ്പ് മുറിഞ്ഞുപോയി. പാവം ഗണപതി. ഇതറിഞ്ഞ അമ്മ, അമ്മ ആ അമ്മ പാർവതി ദേവി അമ്മ, ദേ വന്ദനമ്മ. ആ വന്ദനമ്മേ. മോളെ ഹായ് ഹായ്. വന്ദനമ്മേ, അങ്കിൾ എനിക്ക് കഥകളൊക്കെ പറഞ്ഞുതരായിരുന്നു. നമ്മളെ മുത്തശ്ശിയെ പോലെ അങ്കിളിന് ഒരുപാട് കഥകളൊക്കെ അറിയാം. ഗണപതിയുടെ ഒരു കൊമ്പ് ഇല്ലാതെ ആയിപ്പോയ എങ്ങനെയെന്നറിയാവോ വന്ദനമ്മയ്ക്ക്? ഞാൻ വെറുതെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വാ മോളെ, നമുക്കകത്ത് പോയിരിക്കാം. ആ ഇലക്ഷൻ അടുത്ത് വരെയല്ലേ, നിയമസഭാ സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ? അല്ല, MLA നമ്മുടെ അടുത്ത ആളാണെന്ന് പറയാലോ. ഇക്കൊല്ലം നിൽക്കാൻ താല്പര്യമില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അല്ല, ജഗനെ പോലുള്ള ചെറുപ്പക്കാര് പൊളിറ്റിക്സിലേക്ക് വരണം, എന്നാലൊരു മാറ്റം ഉണ്ടാവും. ആദ്യം ഒരു ജോലി, പിന്നെ കുറച്ചു നാൾ സ്വസ്ഥമായിട്ട് കുടുംബഭരണം നടത്തണം. ശരിയാ ജഗ, ഈ കുടുംബം, കുട്ടികള്, അതിന്റെ ഒരു സുഖം ഒന്നിനും കിട്ടില്ല. വല്ലാത്ത അവസ്ഥയായല്ലോ. ആ സുചിത്രയുടെ മൊബൈൽ ചാർജ് ചെയ്തത്. മൊബൈൽ ചാർജ് പ്രകാശേട്ടന്റെ കണക്കുകൂട്ടലൊന്നും തീർന്നില്ലേ ഇതുവരെ? ആ എന്റെ കണക്കൂട്ടലൊക്കെ ഓരോരുത്തർ പൊളിച്ചുകൊണ്ടിരിക്കല്ലേ. നീ എപ്പോന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഉം. അല്ല, സുചിത്രയെടുത്ത് ഇവിടെ? ആ അകത്ത് കാണും. ഇവിടുത്തെ 2 അടുക്കള സിസ്റ്റം ഒക്കെ മാറിയോ? അത് മാറാൻ വേണ്ടി ചെയ്തതല്ലോ, സമാധാനത്തിന് വേണ്ടി ചെയ്തതല്ലേ. എന്തൊക്കെ പ്രകാശേട്ട ഈ പറയുന്നേ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും 2 അടുപ്പ് പൊതിഞ്ഞിട്ടില്ലല്ലോ. ഞാനും എന്റെ കുടുംബവും ഭാരമാണെന്ന് പറയുമ്പോ അത് മൗനമായിട്ട് കേട്ടിരിക്കാൻ ഈ പ്രകാശനം കിട്ടില്ല. പറയുന്നത് ആരാണെന്ന് കൂടി നോക്കിയിട്ട് വേണം പ്രകാശേട്ട പ്രതികരിക്കാൻ.